ഹലോ അസ്സാം വലൈക്കും. മെഹ്താജ് വ്ളോഗ് ആൻഡ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. അത് നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട്, നമ്മൾ പുറത്തു നിന്ന് മേടിക്കുന്ന ചിക്കൻ മസാല കൊണ്ട് ഉണ്ടാക്കിയ ചിക്കൻ കറിക്ക് മാത്രമേ ടേസ്റ്റ് ഉണ്ടാകുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ സാധാ പോലെ വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാകില്ല. ചിക്കൻ കറി നന്നാവണമെങ്കിൽ ചിക്കൻ മസാല തന്നെ ഉണ്ടായിരിക്കണം എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ പെട്ടെന്ന് ആരെങ്കിലും വരുമ്പോൾ ചിക്കൻ ഉണ്ട് പക്ഷേ ചിക്കൻ മസാല മേടിക്കാൻ മറന്നുപോയി, അയ്യോ ടേസ്റ്റ് കാണില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് കൂടിയുള്ളൊരു വീഡിയോയാണിത്. നമുക്ക് പോകാം വീഡിയോയിലേക്ക്. ആദ്യമായിട്ട് ഇത് ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു കുക്കറാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കുക്കറല്ല, നിങ്ങൾ വേറെ എന്തെങ്കിലും കടായിലോ മറ്റോ ആണ് വെക്കുന്നതെങ്കിൽ അങ്ങനെ ആകാം. ഞാൻ എന്തായാലും ഇപ്പോൾ കുക്കറാണ് എടുക്കുന്നത്, അതാകുമ്പോൾ പെട്ടെന്ന് പണി കഴിയും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ആദ്യമായിട്ട് ഈ ഒരു കുക്കറിൽ കുക്കിംഗ് ഓയിൽ ഒഴിക്കുക. നിങ്ങൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് അത് ഒഴിക്കുക. ഓയിലൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കുനുകുനയെന്ന് അരിഞ്ഞ 3 സവാളയാണ് വേണ്ടത്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി കേട്ടോ. നമുക്ക് ചെറിയ ഉള്ളി കൂടി, ഇത്രയും ഞാൻ കുറച്ചധികം എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി കൂടി നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. നമ്മൾ എത്രത്തോളം ചെറിയ ഉള്ളി യൂസ് ചെയ്യുന്നോ അത്രത്തോളം ചിക്കൻ കറിക്ക് ടേസ്റ്റ് കൂടും. സവാളയെക്കാളും കൂടുതലും ചെറിയ ഉള്ളി യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. കാരണം അത്രയും ബെറ്ററാണ്, നമുക്ക് ടേസ്റ്റ് കൂടാനായിട്ട് ഏറ്റവും നല്ലത് ചിക്കൻ കറിക്ക് ഈ ഒരു ചെറിയ ഉള്ളിയാണ് കേട്ടോ. അത് നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു ചിക്കൻ കറി നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ നിങ്ങൾ ചിക്കൻ കറി പുറത്ത് നിന്ന് ചിക്കൻ മസാലയൊന്നും മേടിക്കത്തില്ല, ഇങ്ങനെ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു സവാള വാടി വരട്ടെ കേട്ടോ. വാടി വരട്ടെയെന്നോ വഴറ്റി വരട്ടെയെന്നോ എന്താണോ അവിടെ കിടന്ന് ആവട്ടെ. എന്തായാലും നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ അല്ലേ. ഇനി എന്നെ കളിയാക്കാനൊന്നും നിൽക്കണ്ട. അപ്പോൾ അതങ്ങനെ വാടട്ടെ അവിടെ കിടന്ന്. അപ്പോഴത്തേക്കും നമുക്ക് 3 തക്കാളി ആവശ്യമായിട്ടുണ്ട് ഇതിലേക്ക്. പിന്നെ വേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത് ഇത്രയും സാധനങ്ങളാണ് ഇനി വേണ്ടത് കേട്ടോ. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് നമ്മളിത് ഈ ഇഞ്ചിയെ കുനുകുനാന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. പെട്ടെന്ന് അതൊന്ന് ക്രഷാവാൻ വേണ്ടിയിട്ടാണ്, അത് പേസ്റ്റ് രൂപത്തിലാവണം കേട്ടോ, അതിന് വേണ്ടിയിട്ടാണേ. അപ്പം നമ്മൾ നന്നായിട്ട് ഇങ്ങനെ അരിഞ്ഞതിന് ശേഷം ജാറിലിട്ട് നമുക്ക് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കാം. ഇഞ്ചി മാത്രമല്ല, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത് 3 കൂടി ഇട്ടാണ് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അടിക്കുന്നത്, പേസ്റ്റ് രൂപത്തിലാക്കുന്നത്. വെളുത്തുള്ളി കുറച്ച് ആവശ്യത്തിന് വേണ്ടി വെളുത്തുള്ളിയും, പിന്നെയെന്ന് പറഞ്ഞാൽ പച്ചമുളക് ഞാനൊരു 7 എണ്ണം എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാം, കൂടുതലോ കുറവോ എടുക്കാം. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ, അല്ലെങ്കിൽ പച്ചമുളകിൻ്റെ എരിവ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഇപ്പോൾ എൻ്റേത് അത്യാവശ്യം എരിവുള്ളതാണ്, എന്നാൽ ഭയങ്കര എരിവുമില്ല. എന്തായാലും ഞാൻ 7 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതിന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാവേ. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഈ ഒരു 3 തക്കാളി അരിഞ്ഞ് സവാളയിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. സവാളയൊക്കെ ഇപ്പം വാടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാവേ. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഞാൻ സവാള വഴറ്റാനായിട്ട് ഇട്ട സമയത്ത് അതിനകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപ്പിട്ടാൽ പെട്ടെന്ന് വാടും എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം ഞാൻ ഉപ്പിട്ടിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം വേണമെങ്കിൽ ഉപ്പിടാം, അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഉപ്പിടാം, എപ്പോഴും വേണമെങ്കിലും ഉപ്പിടാം കേട്ടോ. ഞാൻ ഇട്ടിട്ടുണ്ട് എന്തായാലും. ഇനി ഈ ഒരു തക്കാളി നന്നായി വാടി നല്ല ഇതായതിന് ശേഷം നമുക്ക് മസാലപ്പൊടികളൂടി ഇട്ട് കൊടുക്കാം. മസാലപ്പൊടികൾ ചേർക്കുന്ന വീഡിയോ എൻ്റെ നിന്ന് മിസ്സായിട്ടുണ്ട്, സോറി, ക്ഷമിക്കണം. ഞാൻ അതിന് പകരം പറഞ്ഞു തരാം കേട്ടോ. 4 സ്പൂൺ മല്ലിപ്പൊടി, 3 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള മഞ്ഞൾ, 1 സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ വേണ്ടത് ഗരം മസാലയാണ്. നമുക്ക് വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്ന ഗരം മസാലയാണ് കേട്ടോ, വീട്ടിൽ തന്നെ. അത് ഞാനൊരു 2.5 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് ഇതിൻ്റെ കൂടെ നന്നായിട്ട് ഇളക്കി നല്ല മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഈ ഒരു മല്ലിപ്പൊടിയൊക്കെ അതിൽ കിടന്ന് ആ തക്കാളിയിലൊക്കെ ഇതിൽ എന്താ പറയുക, സവാളയിലൊക്കെ കിടന്ന് നന്നായിട്ട് ഒന്ന് മൂത്ത് നല്ലൊരു പച്ചമണമൊക്കെ മാറത്തില്ലേ,
ആ ഒരു സമയത്ത് നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ ആഡ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് അതും കൂടി മിക്സ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് വെള്ളം ഒഴിക്കാൻ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ മിക്സിയുടെ ജാറ് കഴുകിയില്ലേ, നമ്മൾ ഇഞ്ചിയൊക്കെ ചതച്ച ആ ഒരു സാധനം കഴുകിയിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേവിയായിട്ട് കുറച്ച് കറി വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വെള്ളം ചേർക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ചിക്കനിൽ തന്നെ വെള്ളം ഉണ്ടാകും, അങ്ങനെയും ചേർക്കാം. ഇനി ഇത് വെന്ത് വരട്ടെ. നമുക്ക് കുക്കറൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. 4 വിസിൽ കേൾക്കുന്നത് വരെ നമ്മൾ വേവിക്കണം കേട്ടോ. 4 വിസിൽ കേട്ടതിന് ശേഷം നമ്മളിത് തുറന്ന് നോക്കുമ്പോൾ അടിപൊളി ഒരു ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ മനസ്സിലാകുന്നില്ലേ അടിപൊളി ചിക്കൻ കറിയാണെന്ന്. നിങ്ങളും ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.